അമ്മേ, ഞാൻ വിളിച്ചാൽ അവൾ വരുമോ? അവളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നീ ദ്രോഹിച്ചതിനിരട്ടി അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. നീ വിളിച്ചാൽ അവൾ വരും. നോക്കി പോയി റെഡിയാവും. ഞാൻ വിളിച്ചു പറയാം അവളെ. ശരി അമ്മ. നീ ഇവിടെ നിൽക്കുകയാണെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞു. ഞാൻ നിന്നെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാ. ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് നീ എന്നോട് ക്ഷമിക്കണം. നീ ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ എൻ്റെ കൂടെ പോരണം നമ്മളെ വീട്ടിലേക്ക്. നിന്നെ കാത്ത് നമ്മുടെ അമ്മയുടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്തൊരക്കില്ല ഞാൻ നിങ്ങളുടെ കൂടെ പോരുക. ഇപ്പം നിങ്ങൾ എന്നോട് ഒരുപാട് ക്ഷമയൊക്കെ ചോദിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും നിങ്ങൾ അവൾ ഓർത്താണ്ട് ആ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്ത് തീർക്കില്ലെന്ന് ആര് കണ്ടു? അവിടെ കിടന്ന് അനുഭവിക്കുന്നതിന് നല്ലത് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ്. നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നീ എൻ്റെ കൂടെ പോരണം. നീ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമാവും. ഇപ്പോഴും അമ്മയ്ക്ക് ഏട്ടനൊന്നുമില്ലല്ലേ? അമ്മയുടെ കൂടെ എനിക്കും. ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കും. സോറി ഏട്ടാ, എനിക്കും എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അന്ന് അവിടുന്ന് പോരണ്ടായിരുന്നു. അയ്യോ, ഏട്ട വന്നോ? ഞാനേ കുടിക്കിടക്കട്ടോ. ഫോട്ടോ വേണം. എന്തിനാ പറ? നീ എടുത്ത് വായിക്ക്. നമ്മൾ ഹണിമൂൺ വന്നിട്ട് പോകുന്നത്. സൂപ്പർ. അമ്മേന്റെ ആധാർ കാർഡ് വാങ്ങട്ടോ. എന്തിനാട്ടാ അമ്മേന്റെ ആധാർ കാർഡ്? അമ്മേനെ കൊണ്ടോണ്ടേ? ഹണിമൂണ് പോകുമ്പോ ആരെങ്കിലും അമ്മമാരെയും കൊണ്ട് പോകുക കേട്ടാ. ഹണിമൂണ് പോകുമ്പോ ആരെങ്കിലും അമ്മേനെ കൊണ്ടുപോകാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോകും. എന്റെ അമ്മേനെ ഞാനല്ല, പിന്നെ ആരെ കൊണ്ടുപോവാ? നമ്മളല്ലേ അമ്മയ്ക്ക് അതൊക്കെ കൊണ്ടുപോകാൻ. ബുദ്ധിമുട്ടായിട്ട് ഈ വയസ്സാം കാലത്ത് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് അമ്മേനെ കൊണ്ട് നമ്മ ഇന്ന ദിവസം കൊണ്ടുപോയാലും. ഇപ്പൊ നമുക്ക് രണ്ടൊക്കെ പോകട്ടെ പ്ലീസ്. എവിടെ നിനക്കറിയോ, എന്റെ അമ്മ ഈ വീട് വിട്ട് പുറത്തെവിടെയും പോയിട്ടില്ല. ഈ പ്രായത്തിൽ അമ്മേനെ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്നാ കൊണ്ടുപോകാൻ പറ്റുക? നമ്മളൊരു ഹണിമൂണല്ലേ പോണം. അപ്പൊ ഈ അമ്മേനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ കൊക്കി ചമച്ച് അതൊക്കെ ബോറാണ് കേട്ടാ. വയസ്സായ ആൾക്കാർ നോക്കി കുറയ്ക്കും. അത് ഞാനായാലും നീയാലും കുറയ്ക്കും. പ്രശ്നമില്ല, അമ്മ പോരട്ടെ. അമ്മ പോരാണെങ്കിൽ ഞാൻ ഇല്ല. നീ പോരണ്ട, ഞാനും അമ്മയും പോയിക്കോളാം. നിങ്ങൾ രണ്ടും പൊക്കോളൂ. ഓ ഇപ്പൊ തള്ളിനി കിട്ടിയെടുക്കണം. ആദ്യമായിട്ടാണ് ജീവിതത്തിലൊന്ന് ഹണിമൂണ് പോകുന്നത്. അപ്പൊ മനസ്സമാധാനം ഏട്ടന്റെ കൂടെ ഒന്ന് പോകാൻ അതിന് സമയത്ത് അതിന് വേണം തള്ളിനി കെട്ടി കളിച്ച് പോകുക. എന്തൊരു കഷ്ടാണിത്. അമ്മേന്റെ ആധാർ കാർഡ് കൊടുക്കും. എന്തിനാ മോനെ ഇപ്പൊ ആധാർ കാർഡൊക്കെ? നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. നല്ല കാര്യായി. ഞാൻ ഈ വയസ്സാം കാലത്ത് ട്രിപ്പ് പോവാഞ്ഞിട്ടാണ്. വയസ്സോ ഇതൊന്ന് കറുപ്പിച്ച ചുള്ളത്തില്ല എന്റെ അമ്മ. അമ്മയ്ക്ക് വയ്യ മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഇപ്പൊ നിങ്ങളെ കാലാണ്. നിങ്ങളല്ലേ ട്രിപ്പൊക്കെ പോയി അടിച്ചില്ല. ഞാൻ അമ്മേനെ വിളിക്കണത്. എന്റെ അമ്മേനെ ഞാനല്ല ആരെ കൊണ്ടുപോവാ. ഒരു മനസ്സൊക്കെ നല്ലതാണ്. പക്ഷെ അമ്മയ്ക്ക് വയ്യ. അത്രയും ദൂരമൊക്കെ പോയാൽ പിന്നെ ഈ നടക്കണ പോലെ തന്നെ അമ്മയ്ക്ക് നടക്കാൻ കഴിയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഭാഗത്ത് നിൽക്കേണ്ടി വരുന്നു. പറയും വേണ്ടില്ല. മോൻ അമ്മേനെയും കൊണ്ട് കരുതിയിട്ടുള്ളൂ. അമ്മയ്ക്കാണെങ്കിലും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. അമ്മയോട് തനിച്ചാക്കി പോയി. നിങ്ങൾ പോയിട്ട് വാ. അപ്പുറത്തൊക്കെ ആൾക്കാർ എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ വലിക്കുന്നത്? നമ്മ
പോകുന്നില്ല പറഞ്ഞ പിന്നെ എന്താണ് ഇല്ലേ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്കെന്താ പ്രശ്നം? അമ്മ ഈ വീടും ചുറ്റുപാടില്ലാതെ ഇത് പുറത്ത് ലോകമുണ്ട്. എന്റെ മക്കൾക്ക് മക്കളതായിട്ടുള്ള സ്വകാര്യത ഇപ്പൊ ഈ അമ്മേനെയും കൊണ്ട് കട്ടും വാങ്ങണതോ? നിങ്ങൾ പോട്ടോ മക്കളെ. സമാധാനായി അല്ല പോരുന്നില്ലല്ലോ, സന്തോഷായി. എന്തായാലും സമാധാനായില്ല, പോരുന്നില്ല, ഭാഗ്യം. പിന്നെ എൻ്റെ മോനിപ്പോൾ നല്ലൊരു ജീവിതം തുടങ്ങിയിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഇനി അമ്മയായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുന്നില്ല. എൻ്റെ മക്കൾ പോയിട്ട് കേട്ടോ. അമ്മയ്ക്ക് അതാണ് സന്തോഷം. എൻ്റെ മക്കളെ സന്തോഷം അമ്മയ്ക്ക് വലുത്. അമ്മ പോകുന്നില്ല? അമ്മല്ല, അമ്മ പോയാലൊന്ന് കുളിക്കട്ടെ. എനിക്ക് അമ്പലത്തേക്ക് ഒന്ന് പോവാണ്ട്.